ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തം. വിവാദത്തിനിടെ PSC യോഗം തുടരുന്നു. PSC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്രമക്കേട് പരിശോധിച്ച് ഗൌരവമുള്ള നടപടിയുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി സണ്ണി ജോസഫിന് പിന്നാലെ ടി സിദ്ദീഖും ബന്ധു നിയമന വിവാദത്തിൽ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണബ് ഹരിയെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിനെതിരെ വയനാട്ടിൽ പടയൊരുക്കം. ശുപാർശ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. കത്തയച്ചും നേരിട്ട് കണ്ടും യൂത്ത് കോൺഗ്രസുകാർ. മെഡിക്കൽ ഷോപ്പിന്റെ മറവിലും ലഹരി വിൽപ്പനയെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കും. കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകിയാൽ നടപടി. ഓപ്പറേഷൻ തൂഫാൻ കർശനമാക്കി പോലീസും എക്സൈസും. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായി അതൃപ്തി പ്രഖ്യാപിച്ച് CPI നേതൃത്വം ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. UDF പ്രവേശനത്തിന് പാലായിലെ ഭരണ പ്രതിസന്ധി ജോസ് വിഭാഗം സാധ്യതയാക്കുമോ? കോൺഗ്രസിനെ പിന്തുണച്ചാൽ വഴിയൊരുങ്ങുക വൻ രാഷ്ട്രീയ മാറ്റത്തിന്. പാലായെ അനാഥമാക്കില്ലെന്ന് ജോസ് കെ മാണി. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ട് അവർ ചില തീരുമാനങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തു പോവുകയാണ്. പക്ഷേ അത് പാലായുടെ വികസനത്തിന് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പൊതുജനം പറയുന്നു. സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിച്ച കോൺഗ്രസ് പ്രാദേശിക നീക്കത്തിൽ KPCC ഇടപെടലുണ്ടാകും. പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് വിട്ട് 100ഓളം പേർ കോൺഗ്രസിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയുടെ വിധി അടുത്ത തിങ്കളാഴ്ച. ഇന്നത്തെ വിധി പ്രഖ്യാപനം മാറ്റിയത് ജഡ്ജിയുടെ അസൗകര്യം മൂലം. ചെന്താമര പുറത്തിറങ്ങുന്നത് പേടിയെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ. കൂറുമാറ്റമുണ്ടായെങ്കിലും തെളിവുകൾ ചെന്താമരയ്ക്കെതിരെന്നും തക്കതായ ശിക്ഷ കിട്ടുമെന്നും പ്രോസിക്യൂഷൻ. പത്തനംതിട്ടയിലെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ കൊടിയ മർദ്ദനം. കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, മുടി പിടിച്ചു വലിച്ചു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നു. പോലീസ് 3ാം മുറ. 13കാരി വൈരാഗ്യം തീർക്കാൻ നൽകിയ പരാതിയിൽ ഉൾപ്പെട്ടയാൾക്കെതിരെ അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ തടഞ്ഞ ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. കോർപ്പറേഷൻ ജീവനക്കാരൻ സുമേഷിനെ ഓട്ടോറിക്ഷയിടിച്ച് തെറിപ്പിച്ചു. സംഭവം ഇന്ന് പുലർച്ചെ സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ. കർശന നടപടിയുണ്ടാകുമെന്ന് മേയർ VV രാജേഷ്. കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തം. പിന്തുണയുമായി ട്രേഡ് യൂണിയനുകൾ. ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് ജീവനക്കാരെ അകത്ത് കയറ്റി DYFI. ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരെ കണ്ട് ലേബർ കമ്മീഷണർ. കമ്പനി പ്രതിനിധി വന്നില്ല. തൊഴിൽ മന്ത്രിയുടെ ചർച്ച 10ാം തീയതി. ലേബർ കോഡിന്റെ ഗുരുതര പ്രത്യാഘാതമെന്ന് INTUCയും DYFIയും. സ്ത്രീ സൗജന്യ യാത്ര മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടുന്നതും ചർച്ച ചെയ്യും. പ്രിയദർശിനി പദ്ധതിയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് സ്വകാര്യ ബസ് പണിമുടക്ക്. പരിഹാരമായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കെന്ന് ഉടമകൾ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. സന്ദർശിക്കുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങൾ. ലക്ഷ്യം ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കൽ. പശ്ചിമേഷ്യൻ സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ച ഖത്തറിന് ദോഹയിലെത്തി നന്ദി പറഞ്ഞ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ച. ഇന്ത്യൻ സമൂഹവുമായും ചർച്ച നടത്തി. 15ാം തീയതി വരെ നീളുന്ന വിദേശ സന്ദർശനത്തിൽ മറ്റ് GCC രാജ്യങ്ങളും അമേരിക്കയും സന്ദർശിക്കും.
അമേരിക്ക വധിച്ച അയത്തുള്ള അലി ഖമനേയ്ക്ക് വിട നൽകാൻ ഇറാൻ വിലാപയാത്ര തുടങ്ങി. ട്രംപിന് മരണമെന്നെഴുതിയ ബാനറുകളുമായി വഴിയോരങ്ങളിൽ ജനപ്രവാഹം. വിലാപയാത്ര നാളെ ഖോമിൽ. ഇറാഖിലെ പുണ്യസ്ഥലങ്ങൾ വലം വയ്ക്കും. സംസ്കാരം വ്യാഴാഴ്ച അയത്തുള്ളയുടെ ജന്മനാട്ടിൽ. ഇസ്രയേലിന്റെ ഭീഷണി മൂലം ചടങ്ങുകളിൽ എത്താതെ മുജ്തബ ഖമനേ. യുക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. തലസ്ഥാനമായ കീവിലേക്ക് ഇന്നലെ രാത്രി തുടർ മിസൈൽ ആക്രമണങ്ങൾ. പലതവണ ആക്രമണമുണ്ടായെന്ന് വാർത്താ ഏജൻസി AFP. തന്ത്രപ്രധാന പട്ടണമായ കൊസ്റ്റാർവിന്റെ പിടിക്കാനുള്ള പോരാട്ടം ശക്തമാക്കി റഷ്യ. കരുത്തോടെ ചെറുത്ത് യുക്രൈൻ. ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയോട് തോറ്റത് 1-2 ഗോളുകൾക്ക്. 7 ഗോളുകളുമായി ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം. ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്നത് 1990 ശേഷം ആദ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് സൂപ്പർ താരം നെയ്മർ. മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ.